വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങൾക്കകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കിയാവുന്നു. ഒന്ന്, ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ വീടുകളുടെ സുരക്ഷാ പരിശോധന പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ചില വീടുകളിൽ കിനിയുന്ന വെള്ളം മനസ്സിലാക്കി തന്നത്. അങ്ങനെയെങ്കിൽ ആ പരിശോധനകൾ പൂർത്തിയാക്കാത്ത വീടുകൾ എന്തിന് കൈമാറുന്നു എന്ന പ്രതീതി സർക്കാർ സൃഷ്ടിച്ചു. നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഇത്തരം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ പെർഫെക്ഷൻ ഇല്ലാത്ത വീടുകളുടെ പേരിൽ അത് കൈമാറുകയാണ് എന്ന അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്തിനാണ്? ഇപ്പോഴും ആ വീടുകൾ കൈമാറാൻ തയ്യാറായിട്ടില്ലേ? അവയെല്ലാം എന്ന് നിർമ്മിച്ച് പൂർത്തിയാക്കി കൈമാറും? ഈ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് പൂർത്തിയാക്കാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പേരിൽ പരിഹസിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നണിക്കും ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപ വിചാരം തോന്നുന്നില്ലേ? രണ്ടാമത്തേത്, ഈ നിർമ്മിച്ച വീടുകൾ ആകമാനം കുഴപ്പമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും അതിലാകമാനം അഴിമതിയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും അങ്ങനെ സർക്കാരിനെ മൊത്തത്തിൽ നാണം കെടുത്താനുള്ള ശ്രമം സംഘടിതമായി നടത്തുകയും ചെയ്തവരിൽ ആരൊക്കെയുണ്ട്? അതിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മന്ത്രി രാജനെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തെ ഒരു നിലയ്ക്കും പരിഗണിക്കാതെ ആക്ഷേപിക്കാൻ, തെറ്റായ വാക്കുകൾ എടുത്തു പ്രയോഗിക്കുക, ശരിയല്ലാത്ത പ്രയോഗങ്ങൾ നടത്തുക, അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടോ? ഒരു സർക്കാർ സംവിധാനത്തെ ഓഡിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് നമുക്കെല്ലാവർക്കും ചെയ്യാം, കോൺഗ്രസ്സുകാർക്കും ചെയ്യാം. പക്ഷേ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ദീർഘകാലം ഇന്ത്യയും കേരളവും ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഇനി ഒരുപക്ഷെ ഭരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണ്. ആ പാർട്ടി വയനാടിൻ്റെ പേര് പറഞ്ഞ് പിരിച്ച പൈസയുടെ കണക്കും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വെച്ച ഒരു കല്ലും നമ്മുടെ മുമ്പിൽ ദൃശ്യമല്ലാതിരിക്കെ രാജനെ കൂലിപ്പണി രാജൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്തുമാത്രമുണ്ട് അതിനുള്ള ധാർമ്മിക പ്രതലം? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഷംഷാദ് മരക്കാർ കോൺഗ്രസിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ചേരുന്നു. ശ്രീ രാജേഷ് ചെറുപ്പാട് CPIM സഹയാത്രികൻ, CNP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം വയനാട്ടിൽ നിന്ന് ഒരു ബെനിഫിഷ്യറിയെ കൂടി നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ശ്രീ രാജേഷ് ചെറുപ്പാട്, ഈ വിവാദങ്ങളുടെ എല്ലാം മൂല കാരണങ്ങളിലൊന്ന് നിർമ്മാണം പൂർത്തിയാവാത്ത, പരിശോധനകൾ പൂർത്തിയാകാത്ത വീടുകൾ ഞങ്ങൾ കൊടുത്തു എന്ന പ്രതീതി ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ ഈ കാണുന്നതെല്ലാം? എന്നോടാണോ ചോദ്യം? യെസ് രാജേഷ്. ഹലോ, കേൾക്കാമോ? യെസ് രാജേഷ്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നൊരു കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം, വളരെ കൃത്യമായ ഒരു അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് വീണ്ടും ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു സംഭവം. എങ്ങനെയും ഈ വിഷയത്തെ ഇപ്പം കോൺഗ്രസ് ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. ഒരു തരത്തിലും ഒരു പ്രതിരോധത്തിന് പോലും സാധ്യതയില്ലാത്ത വിധം ജനങ്ങൾക്ക് മുമ്പിൽ അവർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ഇത്രമാത്രം ആ പിരിച്ച ഫണ്ടില്ല, തറക്കല്ലിട്ട് പോയതിന് ശേഷം അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. DYFI അങ്ങോട്ടുള്ള വഴി കാണിച്ചുകൊണ്ട് ഒരു വലിയ സമരം തുറന്നിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലും കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അങ്ങേയറ്റം നാണം കെട്ട രീതിയിൽ ഇവർ ഒന്നുകിൽ ഈ വിഷയത്തിൽ അവർ ഇടപെടാതിരുന്നാൽ മതിയായിരുന്നു. അതുമല്ല, അവിടെ ജനങ്ങളിൽ നിന്ന് ഇത്രയും പൈസ പിരിക്കുന്നു, ഇവിടെ ഇതാ വരുന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലമായി അതിന് കൃത്യമായ കണക്കില്ല, രേഖയില്ല, അവസാനം വീടുമില്ല. ഈ ഒരു അവസ്ഥ. അപ്പോൾ കേരള ഗവൺമെൻറ് വളരെ കാര്യക്ഷമമായി ഒരു വലിയ ആസൂത്രിതമായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് തന്നെ, കൽപ്പറ്റ ടൗണിനടുത്ത് ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ വില കുറച്ച് കാണുന്നതിന് വേണ്ടിയല്ലേ ഈ പറയുന്ന അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട മന്ത്രി K. രാജൻ ഒരു വിവാദമുണ്ടായപ്പോൾ അവിടെ എത്തുകയും ആ വിവാദമുണ്ടായ സ്ഥലത്തെത്തുകയും അത് പരിശോധിക്കുകയും നേരിട്ട് അത് പരിശോധിക്കുകയും അതിൽ ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൂലിപ്പണി രാജൻ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവമാനിച്ച കോൺഗ്രസ് അല്ലേ? നാണമുണ്ടോ കോൺഗ്രസ്സുകാരാ? ഇത്തരം വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകൾ കൈമാറി എന്ന പ്രതീതി ഉണ്ടാക്കിയതല്ലേ അടിസ്ഥാന കാരണം? കാരണം ഇത് നോക്കൂ, ആ വീടുകളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് മന്ത്രി രാജൻ പറയുന്നത്. അപ്പോൾ അത് ഒരു സെക്യൂരിറ്റി ചെക്കിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയത് പരിഹരിക്കുകയാണ്, പരിഹരിച്ച ശേഷം കൊടുക്കുക എന്നുള്ളതാണ്. സോ വീടുകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടില്ല,
പരിശോധനകൾ പൂർത്തിയായിട്ടില്ല, അല്ല, കൈമാറാൻ കഴിയുന്ന കണ്ടീഷനിലുമല്ല. എന്നിട്ടും പക്ഷേ ഞങ്ങൾ 56 വീടുണ്ടാക്കി കൈമാറി എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കി. അവിടെയല്ലേ മൊത്തം പ്രശ്നം കിടക്കുന്നത്? അല്ലെ ഈ വിവാദമേ ഇല്ലല്ലോ. അല്ല, വ്യാജ പ്രതീതി അല്ല ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കിയിട്ടില്ല. അവിടെ താമസയോഗ്യമായ വീടുകളാണ്, മുഴുവൻ വീടുകളും അല്ലല്ലോ കൈമാറിയത്. യോഗ്യമായിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട താമസയോഗ്യമായിട്ടുള്ള വീടുകളുടെ ഉദ്ഘാടനവും ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. എന്നിട്ട് ആളുകൾ താമസിച്ചോ? അവിടെ ഇത്തരത്തിലുള്ള താമസയോഗ്യമായ വീടുകൾ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം മുതൽ താമസിക്കാൻ കഴിയണം. അങ്ങനെ താമസിച്ചോ? അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെ താമസയോഗ്യമായിട്ടുള്ള ഇത്രയും വീടുകൾ താമസയോഗ്യം എന്ന് പറയുമ്പോൾ പിറ്റേന്ന് മുതൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയണം. താമസയോഗ്യമായ വീടുകൾ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഉദ്ഘാടനമാണ് നടന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ആളുകൾ താമസിക്കുന്നുണ്ടോ? ആളുകൾ പ്രതീകാത്മകമായി ഈ താമസയോഗ്യമായ വീടുകൾ താമസയോഗ്യമായിട്ടില്ല എന്നാണോ? അത് വിശദീകരിക്കും. താമസയോഗ്യമായ വീടുകൾ എന്ന് വെച്ചാൽ താമസയോഗ്യമായ വീടുകൾ എന്ന് വെച്ചാൽ പിറ്റേന്ന് താമസിക്കാൻ പറ്റണം. അങ്ങനെ ആളുകൾ താമസിക്കുന്നുണ്ടോ? താമസിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞാലേ അത് മുന്നോട്ട് പോകും. അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ? അത് മനസ്സിലായില്ലേ? അതിന് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്താ മറുപടി? ഇതിൽ എഞ്ചിനീയർമാരല്ലേ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ മഴയോ വെയിലോ അങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഒരു വീട് ഏതെങ്കിലും പണിക്കുറ്റത്തിന്റെ പേരിൽ ചോർച്ച ഉണ്ടാകുന്നതല്ല. അതിന്റെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി 100% പെർഫെക്റ്റോടുകൂടി ഒരു വീട് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എഞ്ചിനീയർമാർ അവിടെ പരിശോധിച്ചത്. താമസയോഗ്യമായ വീടല്ല രാജേഷ്, എനിക്ക് മനസ്സിലായി. താമസയോഗ്യമാണോ, അതിനകത്ത് വെള്ളം കിനിയുന്നുണ്ടോ, ചോർച്ചയുണ്ടോ എന്നെല്ലാം വീടുണ്ടാക്കിയ ശേഷം പരിശോധിക്കും. സ്വാഭാവികമാണ്. അല്ല, നിങ്ങളുടെ പ്രശ്നം പോയിന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, മുണ്ടക്കൈ ചൂരൽമല അതെ, ബഹുമാനപ്പെട്ട നിഷാദ് റാവത്തിനോട് ഒറ്റ ചോദ്യമുള്ളൂ. മുണ്ടക്കൈയിൽ ചൂരൽമല വീടുകൾ അവിടുത്തെ ടൗൺഷിപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്തതാണോ നിങ്ങളുടെ പ്രശ്നം? അതെ, അത് തന്നെയാണ്. ഉദ്ഘാടനം ചെയ്തതാണോ പ്രശ്നം? അത് തന്നെയാണ്. അത് ഉദ്ഘാടനം ചെയ്യണ്ടേ? പ്രശ്നം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞു താമസയോഗ്യമായ വീടുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൈമാറി. താമസയോഗ്യമായ വീടുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൈമാറി. നിങ്ങളല്ലേ താമസയോഗ്യമായ വീടുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു? അല്ല, താമസയോഗ്യമായ വീടുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൈമാറി. അവിടെ ആള് താമസിക്കാത്തെ? അതെന്റെ ചോദ്യം. 1. 2, താമസയോഗ്യമായ വീടുകൾ നിർമ്മാണം പൂർത്തിയായി മുഖ്യമന്ത്രി കൈമാറി കഴിഞ്ഞാണോ ഈ പറഞ്ഞ സെക്യൂരിറ്റി പരിശോധന നടത്തേണ്ടത്? അതിന്റെ ചോദ്യം. അല്ലെങ്കിൽ ഈ കിനിയുന്നുണ്ടോ, വെള്ളം പോകുന്നുണ്ടോ എന്നുള്ള പരിശോധന അതിന് ശേഷമാണോ അറിയുക? ഇതൊക്കെ പൂർത്തിയായ ശേഷമാണല്ലോ വീടിന്റെ താമസയോഗ്യമാവുക, എന്നിട്ടാണല്ലോ കൈമാറുക. അതിനു മുൻപേ കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ പറയുന്ന കളിപ്ലെയിൻ ഇറക്കിയ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചല്ലോ. ആ പണിയെടുത്തതിന്റെ കുഴപ്പമാണെന്നാണ് ചോദിച്ചത്. അല്ല, കണ്ണൂർ വിമാനത്താവളത്തെ ഇതിനെയും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. ഏത് അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് പരിശോധിക്കണം. ഇതെങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കണം. താമസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം ജനങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോയി അതിന്റെ വസ്തുതകൾ അറിയത്തില്ലാത്ത ആളുകളെ പുകമറയിടുകയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിർമ്മാണമാകമാനം കുഴപ്പമാണ് എന്നൊരു നിലപാട് ഈ ചർച്ചയിലില്ല. അവിടുത്തെ നിർമ്മാണമാകമാനം അലമ്പാണ്. രാജേഷ് പ്ലീസ്, ഒരു സെക്കൻഡ്. രാജേഷ് പ്ലീസ്, ഞാൻ പറയട്ടെ. അവിടുത്തെ നിർമ്മാണമാകമാനം കുഴപ്പമാണ്, നിർമ്മാണം മോശമാണ്. അവിടുത്തെ നിർമ്മാണമാകമാനം കുഴപ്പമാണ്, മോശമാണെന്നൊരു നിലപാട് ഞാൻ പറഞ്ഞില്ല. എനിക്കതില്ല. പക്ഷെ അവിടുത്തെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. അതാണ് പോയിന്റ്. നിർമ്മാണം എന്ന് വെച്ചാൽ നിർമ്മാണവും പൂർത്തിയാവുക, പൂർത്തിയായ ശേഷം അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുക. പരിശോധന പൂർത്തിയാകുമ്പോഴാണ് താമസയോഗ്യമാണോ എന്ന് നിർണ്ണയിക്കുക. ചിലത് താമസയോഗ്യമായിരിക്കില്ല, കാരണം ചിലത് നിർമ്മാണത്തെ പ്രശ്നം കാണും. അതും പരിഹരിച്ചിട്ടാണ് അത് പെർഫെക്റ്റ് ആക്കി വീട് കൊടുക്കുക. അതൊന്നും പൂർത്തിയാവുന്നതിന് മുൻപ് ഇത് കൊടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അതിനുശേഷമാണ് വെള്ളം കെട്ടി നിർത്തിയുള്ള പരിശോധന നടത്തുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ഞങ്ങളിതെല്ലാം പൂർത്തിയാക്കി കൈമാറി എന്നൊരു കഥ പ്രചരിപ്പിച്ചതിൻ്റെ കുഴപ്പമാണോ ഇത്? അതില്ലായിരുന്നെങ്കിൽ വെള്ളം കിരിയുന്ന ചില വീടുകളുണ്ടാവും, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയാക്കി കൈമാറുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞനെ. ഇതങ്ങനല്ല. ഞങ്ങളിത് താമസയോഗ്യമാക്കി, ഞങ്ങളിത് കൈമാറി എന്ന നിലയ്ക്ക് നിങ്ങൾ വലിയ തോതിൽ പെരുമ്പറ മുഴക്കി. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പരിശോധന നടത്തുകയാണ്. കൈമാറിയ വീട്ടിൽ എന്തിനാണ് പരിശോധന? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ.
രാജേഷ് കേൾക്കാൻ വയ്യല്ലോ. രാജേഷ് കൈമാറിയ വീട്ടിൽ പിന്നെ പോയി പരിശോധിക്കാൻ എന്തിനാണെന്ന് ചോദിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ല, അതിൻ്റെ അകത്ത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നേ. ഇപ്പം ജനങ്ങൾക്കറിയാമല്ലോ, ഇത്രയും വലിയൊരു ദുരന്തം നടന്ന് അവിടെ എത്ര മാതൃകാപരമായിട്ടുള്ള എത്ര കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനകത്ത് ഇത്തരത്തിലുള്ള അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ വൈകല്യം ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ വൈകല്യം ഉണ്ടായിട്ടില്ല, പരിശോധന മാത്രമാണ് എന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കോൺഗ്രസ് നേതാവിനോട് ഷംഷാദ്, മന്ത്രി അവിടെ വന്നിട്ട് ഗുരുതരമായ നിർമ്മാണ പിഴവൊന്നുമില്ല എന്ന് കാണിക്കാനാണ് ആ പെൻസിൽ മാർക്ക് മായ്ച്ചു കളഞ്ഞത്. ആ മന്ത്രിയെ കൂലിപ്പണി രാജൻ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് കോൺഗ്രസിന് മനസ്സിലാവുന്നുണ്ടോ? രാജൻ ഉണ്ടാവുന്ന ആക്ഷേപത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരാളെ കളിയാക്കാൻ കൂലിപ്പണി എന്ന വാക്കെടുത്ത് ഉപയോഗിക്കുന്നതിനൊരു കുഴപ്പമുണ്ട് എന്നെങ്കിലും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ല ശ്രീ നിഷാദ്, ഇത് കോൺഗ്രസ് ആസൂത്രിതമായി റവന്യൂ വകുപ്പ് മന്ത്രിയെ അധിക്ഷേപിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ നയവും അതല്ല. ഏതെങ്കിലും സൈബർ ഇടത്തിലോ ഒന്നോ രണ്ടോ വ്യക്തികൾ എന്തെങ്കിലും മോശപ്പെട്ട കമന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പാർട്ടിയുടെ നിലപാടായി പറയരുത്. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന്റെ അല്ല, അത് അവരോട് ഞാൻ പറയാം. അത് അങ്ങനെ വിമർശിക്കുന്ന ആളുകളോട് നിങ്ങൾ നേരിട്ട് തന്നെ അതിന്റെ മറുപടി ചോദിക്കണം. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഒരു മനുഷ്യനെ കളിയാക്കാനാണല്ലോ, പരിഹസിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വരികയും അതിന് ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെടുക്കുന്ന ഒരു പണിയെ എടുക്കുക, എന്നിട്ട് അതിനെ ആക്ഷേപിക്കാനൊരു വാക്കായി എടുക്കുക. ആരെയൊക്കെ ആക്ഷേപിക്കുന്നത്? രാജനല്ല, കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് എടുക്കുന്ന പണിയാണ് കൂലിപ്പണി, കോടിക്കണക്കിന് പേർ. അപ്പൊ അതൊരു ആക്ഷേപവാക്യമാക്കി കളയാമെന്ന് വിചാരിക്കുന്ന നേതാക്കളുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതിൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ ഷംഷാദിന്? അല്ല, ഞങ്ങളുടെ നേതാക്കന്മാര് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസ് പാർട്ടിയുടെയോ നയമല്ല ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്. ആ വ്യക്തിപരമായി ഈ പരിധി വിട്ട പരിഹാസത്തെ പാർട്ടി അംഗീകരിക്കുന്നില്ല. അല്ല, പരിധി വിട്ട പരിഹാസങ്ങൾ പറഞ്ഞ ആളുകളോട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം. അവരെന്തിനാണ് അത് ഉപയോഗിച്ചത്, ഏത് സാഹചര്യത്തിലാണെന്നുള്ളത്. ഒരു വ്യക്തിയെയും നിങ്ങളുടെ നിലപാട് ആളുകളെ കളിയാക്കാൻ ഈ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ ഉപജീവനത്തിൽ ഉപയോഗിക്കുന്ന കൂലിപ്പണി എന്ന സംഗതി എടുക്കാമോ? എന്താണ് കോൺഗ്രസിന്റെ ലൈൻ? എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി നിലയ്ക്ക് ഈ ചർച്ചയിലുള്ള ആളെന്ന് ഞാൻ ചോദിക്കുകയാണ്. അതിന് കോൺഗ്രസിന്റെ ലൈനല്ലേ ഈ പറഞ്ഞത് കൃത്യമായി. ഒരു വ്യക്തി, രാജൻ എന്നല്ല, ഒരു വ്യക്തിയെയും എന്തെങ്കിലും തരത്തിൽ പൊതുമധ്യത്തിൽ അപഹസിക്കാനോ അപമാനിക്കാനോ ഈ പാർട്ടി നിന്നിട്ടില്ല. പിന്നെ ഇത് നിഷാദ് എന്നോട് ചോദിക്കുമ്പോൾ ഈ രാജൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി ആളുകളെ പരിഹസിക്കുകയും സൈബർ എടുത്ത് അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രി മുതൽ താഴെയുള്ള ആളുകൾ വരെയുള്ള ആളുകളുണ്ട്. അത് പ്രേമചന്ദ്രനെ ആണെങ്കിലും വടകര MLA രമയാണെങ്കിലും മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ CPMകാർ 51 വെട്ടുപൊട്ടിക്കൊന്ന TP ചന്ദ്രശേഖരനെ ആണെങ്കിലും എല്ലാ ആളുകളെയും ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ CPM ഉപയോഗിക്കുന്നത് എന്ന് നിഷാദിനും അറിയാം. പക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു സംഘടിതമായ ഒരാക്രമണവും രാജനെതിരെ ഉണ്ടായിട്ടില്ല. പക്ഷെ രാജൻ വരുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് ഒരു വീടിന്റെ വിള്ളൽ ചൂണ്ടിക്കാണിച്ച നൗഫലിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ പോലും അധിക്ഷേപിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ 16 ആളുകളെയും അദ്ദേഹത്തെയും അധിക്ഷേപിച്ച് CPMന്റെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ആ മനുഷ്യനുണ്ടാവുന്ന വേദനയെക്കുറിച്ച് താങ്കൾ അറിയുന്നില്ലേ? ഇപ്പോൾ അത്തരത്തിൽ ആര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഈ ആക്രമണം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാജൻ മന്ത്രി അവിടെ വന്നതും അവിടെ നടത്തിയ പരിശോധനയും CPMയുടെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ തോന്നും 178 വീടുകളും താമസയോഗ്യമായിട്ടാണ് മാർച്ച് 1-ാം തീയതി കൈമാറിയത് എന്നുള്ളതാണ്. മാർച്ച് 1-ാം തീയതി കൈമാറുമ്പോൾ ഒരു വീട്ടിൽ പോലും താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളില്ല. ഈ ചർച്ച നടക്കുന്ന ഈ സമയത്തും ഒരാൾക്കും ആ വീട്ടിൽ കയറി കിടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇനി അത് റവന്യൂ വകുപ്പ് മന്ത്രിയെ ആക്ഷേപിച്ചത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണ്ടേ?
അദ്ദേഹം ആ വീട്ടിൽ വരുന്നു, ആ വീട്ടിൽ വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നു. ആ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഊരാളുങ്കലിൻ്റെ ആളുകൾ മാർക്ക് ചെയ്യപ്പെടുന്നു. അദ്ദേഹം മേശയുടെ പുറത്ത് കയറുന്നു, ഒരു സാൻഡ് പേപ്പർ എടുക്കുന്നു. ഊരാളുങ്കലിൻ്റെ ആളുകൾ മാർക്ക് ചെയ്ത വര മായ്ച്ചു കളഞ്ഞ് ഊരാളുങ്കലിനെ വെള്ള പൂശാനാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രമിച്ചത്. ആ വീട്ടിന്റെ ഉടമസ്ഥനായി വരാൻ പോകുന്ന നൗഫലിനെ കേൾക്കാനോ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാനോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതേ ക്രാക്കുള്ള വീട്ടുകാരനെ കാണാനോ 87 നമ്പർ വീട്ടിൽ ഷിഹാബിന്റെ വീട് സന്ദർശിക്കാനോ അവരെ കേൾക്കാനോ വിശ്വാസത്തിലെടുക്കാനോ ഒരു പരിഹാരം നിർദ്ദേശിക്കാനോ അല്ല റവന്യൂ വകുപ്പ് മന്ത്രി ശ്രമിച്ചത്. ഈ വരയെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഒരു പ്രശ്നത്തിന് ഒരു മാർക്ക് ചെയ്ത് മായച്ചത് കൊണ്ട് ഊരാളുങ്കലിനെ വെള്ളപൂശി. അതല്ലല്ലോ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം. എന്താണ് അവിടെ സംഭവിച്ചത്? അപാകതയുണ്ടോ? എന്തു പറ്റി? അതിന്റെ പരിശോധന വേണ്ടേ? അതിന്റെ നടപടി വേണ്ടേ? ആത്യന്തികമായി ആ വീടിന്റെ ഉടമസ്ഥനാവാൻ പോകുന്ന ദുരന്ത ബാധിതരെ കൺസിഡർ ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാതെ റവന്യൂ വകുപ്പ് മന്ത്രി അവിടെ നിന്ന് പോയി. അതും നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ അദ്ദേഹം പോയി. അത് പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് അദ്ദേഹം തന്നെ ചാനലിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നിഷാദ് തുടക്കത്തിൽ ചോദിച്ചല്ലോ, മാർച്ച് 1-ാം തീയതി നിങ്ങൾ വീട് കൈമാറിയില്ലേ എന്ന്. റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നലെ വയനാട്ടിൽ വന്ന് ഈ വീടിന്റെ ചോർച്ച കണ്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ വീടിന്റെ താക്കോൽ കൈമാറിയിട്ടില്ല, ഞങ്ങൾ പട്ടയം മാത്രമാണ് കൈമാറിയത് എന്നുള്ളതാണ്. ഇനി മീഡിയ വണ്ണിന്റെ ലൈബ്രറിയിലുള്ള മാർച്ച് 1-ാം തീയതിയിലെ വിഷ്വൽ എടുത്താൽ എവിടെയെങ്കിലും ദുരന്ത ബാധിതർക്ക് അവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും പട്ടയം കൈമാറിയുന്ന ഒരു പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണോ മുഖ്യമന്ത്രി നിർവഹിച്ചത്? ഈ LDFന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പടമുള്ള വലിയ ഹോൾഡിംഗ്സിലെ ഒന്നിന്റെ പരസ്യവാചകം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വയനാട് ടൗൺഷിപ്പ്, അതിനടിയിൽ എഴുതിയിരിക്കുന്നത് അതിവേഗത്തിൽ 178 വീടുകൾ കൈമാറിയെന്നാണ്. അപ്പൊ ഇതെല്ലാം ഇലക്ഷൻ ഉപയോഗിച്ച ആളുകളാണ്. മാർച്ച് 1-ാം തീയതി പണി പൂർത്തിയാക്കാതെ വീടിന്റെ താക്കോല് കൊടുത്തു. ചോർച്ച കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ താക്കോല് കൊടുത്തിട്ടില്ല, പട്ടയമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ പട്ടയം മാത്രമാണ് കൊടുത്തത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പരസ്യത്തിന് ഇത് ഉപയോഗിച്ചത്, ഇലക്ഷന് നിങ്ങൾ ഇത് ഉപയോഗിച്ചത്? അന്നും ഞങ്ങൾ പറഞ്ഞു പണി പൂർത്തിയായിട്ടില്ല, വിഷുവിന് മുമ്പ് പണി പൂർത്തിയാകും. വിഷു 178 പേരും അവരുടെ സ്വന്തം വീടുകളിൽ ആഘോഷിക്കുന്നു പറഞ്ഞു. വിഷു കഴിഞ്ഞല്ലോ, അവർക്ക് ആ വീടുകളിൽ കയറി താമസിക്കാൻ പറ്റിയോ? ഇനി റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ അതിവൈകാരികമായി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. വയനാട്ടിൽ ഒരു മഴക്കാലം എത്തുന്നതിന് മുമ്പ്, ഒരു മഴത്തുള്ളി വയനാട്ടിൽ പെയ്യുന്നതിന് മുമ്പ് സകല ദുരന്തബാധിതരും അവരുടെ വീടുകളിൽ അന്തി ഉറങ്ങുന്നതാണ്. ഇന്ന് വയനാട്ടിൽ മഴയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയാണ്, ഒരൊറ്റ ദുരന്തബാധിതനും ആ വീടുകളിൽ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. ശരി, അപ്പൊ അടിസ്ഥാനപരമായി ഈ വീട് പൂർത്തിയാക്കാതിരിക്കുകയും അത് കൈമാറാതിരിക്കുകയും എന്നിട്ട് ഞങ്ങളത് പൂർത്തിയാക്കി കൈമാറി എന്ന് പറയുകയും എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തികൾക്കിടയിൽ വെള്ളം കിരിയുന്ന ഒന്ന് കാണുന്നു, അത് വിവാദമാകുന്നു. അടിസ്ഥാന പ്രശ്നം വീട് നിർമ്മിച്ച് പൂർത്തിയാവുന്നതിന് മുമ്പ് കൈമാറാത്തതാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. അതേസമയം കോൺഗ്രസ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരർത്ഥത്തിൽ ഈ അതിൻ്റെ ബെനഫിഷ്യറി ആയ നൗഫലിനോടൊപ്പം നൗഫലിൻ്റെ പ്രതികരണങ്ങളൊക്കെയാണ് ഒരു വലിയ തോതിൽ വാർത്തയാക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ഒക്കെ ചെയ്തത്. നൗഫൽ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുകയാണ്. അതിലുള്ള വിഷമത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രി കെ രാജൻ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചും പ്രയത്നിച്ചും ഒരുമിച്ച് പണിയെടുത്തുമാണ് വയനാട്ടിലെ പുനരധിവാസം സാധ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ അതിനകത്തുണ്ട് എന്ന കാര്യം തർക്കമില്ല. പൊതു പണം എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിനിടയ്ക്ക് മന്ത്രി കെ രാജൻ കുഴപ്പമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനാണ് അവിടെ വന്നത്. അപ്പോൾ താങ്കൾ മന്ത്രി കെ രാജനോട് കിളി പോയതുപോലെ മന്ത്രി പെരുമാറി എന്ന ഒരു പരിഹാസവാചകം ഈ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് അപ്പോഴത്തെ ഞാൻ ഒരു കാര്യം പറയാം. മന്ത്രി വന്ന് ഈ മാർക്ക് വരക്കലും ഈ മാർക്കിന്റെ സെൻട്രലായിട്ടാണ് ഈ കിനിവ് വന്നിട്ടുള്ളത്. അവര് ഈ ഊരാളുങ്കലാണ് ഇത് മാർക്ക് ചെയ്ത് പോയത്. ഈ കോൺക്രീറ്റിന്റെ ഈ സ്ലാവിന്റെ മേലെ ഒരു അരഞ്ചോളം വിണ്ട് നിൽക്കുന്നുണ്ട്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഞാൻ ഇവരെ വിവരം അറിയിക്കുകയും ഇവര് വാതിൽ പൂട്ടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ അവിടുന്ന് ഈ മീഡിയക്കാരെ വിളിക്കലും കാര്യങ്ങളൊക്കെ മീഡിയക്കാരന്നെ അവരെ വിളിച്ച് ആ വാതിൽ തുറപ്പിച്ചിട്ടാണ് പിന്നെ വീഡിയോസ് എടുത്തത്. മന്ത്രിയുടെ പറഞ്ഞത് എനിക്ക് സംഭവം ഭയങ്കര വിഷമമുണ്ട്. കാരണം മന്ത്രി വന്നത് ആ വരച്ചു പോയാലും വെള്ളമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ മന്ത്രിന്റെ തൊട്ടടുത്തുണ്ട്. മന്ത്രിനെ എന്നെ വിളിച്ചിട്ട് എന്താ നിങ്ങളെ പരാതി, എവിടെയാണ് ചോർച്ച എന്ന് മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുക. ഒരു വീടിന്റെ ഒരു
ഉടമസ്ഥാവകാശം എനിക്കില്ലേ, ആ ഒരു അവകാശമെങ്കിലും എനിക്ക് തരട്ടെ. അതുവരെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പൊ മേലെ പോയാൽ നോക്കി, ലാസ്റ്റ് മേലെ പോയിട്ട് മൂപ്പർക്ക് ബോധ്യമായി വിള്ളലാണെന്ന് ബോധ്യമായി. പക്ഷെ വിള്ളൽ ഇത് സമ്മതിച്ചിട്ടില്ല, വിള്ളലില്ലാതെ. നിങ്ങളെ ഒരു കാര്യം അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് സംഘടനകൾ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 4 ഇഞ്ച് 5 ഇഞ്ച് കനത്തിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടുകളിലൊന്നും വിള്ളലും ചോർച്ചകളും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അല്ല, വിള്ളലുണ്ടെങ്കിൽ പരിഹരിച്ചാണല്ലോ തരിക. സർക്കാരിനെ കുറ്റപ്പെടുത്തല്ല, സർക്കാരിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സർക്കാരിന് എപ്പോഴും വിള്ളലുണ്ടെങ്കിൽ അത് എനിക്ക് പരിഹരിച്ചാണ് പൂർണ്ണമായി വിശ്വാസമാണ്. സർക്കാരിന്റെ കാരണം പ്ലാൻ. ഈ സർക്കാർ ഒരാളെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ നോക്കാൻ മൊത്തം ചുമതലയാക്കിയിട്ട് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. യെസ് അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാണ് നൽകുക എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പരിഹരിക്കാനുള്ള ബാധ്യതയും സർക്കാർ എടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഈ പെൻസിൽ മാർക്ക് എന്ന് പറയുന്ന സംഗതി തന്നെ വിള്ളലാണ് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിലും ചില മീഡിയയിലും എല്ലാം വന്നു. അപ്പോൾ ആ പെൻസിൽ മാർക്ക് മാത്രമാണ് വിള്ളലല്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ അത് മായ്ച്ചു കളഞ്ഞത് മന്ത്രി. അപ്പോൾ അതിനെയാണ് താങ്കൾ പക്ഷേ കടന്ന വാക്കുകൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കടത്തി പറഞ്ഞാൽ ആക്ഷേപ വാക്ക് പറയുന്നത്. അത് മോശമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ. അത് മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം അത് വിഷമത്തിന്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ മായ്ച്ചതാണ്. പക്ഷെ എനിക്കറിയില്ല ഈ മാർക്കിട്ട സെന്ററിലാണ് ഈ ലീക്ക് ഉള്ളത്. ഇപ്പൊ മന്ത്രി മായ്ച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ലീക്ക് ഉണ്ടോ? എനിക്ക് ബോധ്യമായി ഇവിടെ ലീക്കില്ല എന്ന്. അത് നിങ്ങളും കേട്ടതല്ലത്. പിന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ലീക്കും ആ മേൽസ്ലാവിന്റെ ആ വിള്ളലും ഒക്കെ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും എന്താ പറയണത്, ഇവിടെ ലീക്കില്ല എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് എന്നെ കുറിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും അനുഭവിച്ചു വന്ന ഒരാളാണ്. പക്ഷെ പുത്തുമലക്കാർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ചോർച്ചകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഒന്ന് സമ്മതിക്കാം, ചെറിയൊരു വിള്ളലുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയാൻ വെച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല. അതും ആ മാർക്കർ മായ്ച്ചു കഴിഞ്ഞിട്ടും വിള്ളലില്ല എന്നാ പറയുന്നത്. എല്ലാവരും കണ്ടതാണ്, ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ആ മാർക്ക്, ഞാൻ മേലുള്ള ആ മാർക്കും ആ നല്ലൊരു 1.5 ഇഞ്ച് വീതിയിലാണ്, 1 മീറ്റർ ഒരു മീറ്റർ പോയിട്ടുള്ളത്. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? താങ്കൾക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരായിട്ടുള്ള സംഗതികൾ കാണുന്നുണ്ട്. പേഴ്സണലി എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് എക്സ്പീരിയൻസ് ഇത് പറയുമ്പോൾ എനിക്ക് അതിലൊന്നും ഒരു വിഷമല്ല. കാരണം ഇവർക്കൊക്കെ ഇത് അനുഭവം വരുമ്പോൾ അവർക്കും ഇത് പഠിച്ചോളും. കാരണം ഞാൻ അത്ര ദുരിതത്തിൽപ്പെട്ട് വന്ന ഒരാളാണ്. ആളെ പലതരത്തിലാണ് എൻ്റെ വീട്ടുകാരെ, എൻ്റെ ഉമ്മാനെ, വാപ്പാനെ എല്ലാരെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ പറയാൻ പറ്റൂല. ഇതിലൂടെ അങ്ങനത്തെ ഒരു അഭിഷേകമാണ് എന്നെ ഇതുവരെ നടത്തിയത്. പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമല്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വന്നത്. കാരണം ഞാൻ ഇതുവരെ സർക്കാരെ ഞാൻ രാജേഷ് ചെറുപ്പാട് അത് കേൾക്കൂ. അതായത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക, അതായത് ദുരന്തബാധിതരായ ആളുകൾ സർക്കാരിൻ്റെ പരിപാടിയിലോ മുഖ്യമന്ത്രിയുടേതോ പരിപാടിയിലോ മറ്റോ പങ്കെടുത്തത് ഡ്രാമയാണെന്നോ മറ്റോ പറഞ്ഞു. അതിൻ്റെ പേരിൽ വ്യാപകമായ പ്രതിഷേധവും അല്ലെങ്കിൽ വിമർശനവും അവർക്കെതിരെ ഉണ്ടായി വന്നു. ദുരന്തബാധിതരെ അവർ ആക്ഷേപിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലെഫ്റ്റിൻ്റെ വിമർശനം. ഇന്ന് നോക്കൂ, ഒരു കുടുംബത്തിലെ 16 ആളുകൾ മരിച്ചു എൻ്റെ കുടുംബത്തിലെന്ന് പറഞ്ഞിട്ടാണ് ഒരു യുവാവ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നം പറയാണ്. ഇന്ന് അയാളെ വിളിക്കാത്ത ചീത്തയില്ല. ആ 16 പേരല്ലായിരുന്നു, നീ ചാവണമായിരുന്നു എന്ന് അടക്കമുള്ള സംഗതിയിൽ വിളിക്കുന്നു, വർഗീയവാദി എന്ന് വിളിക്കുന്നു, സുഡാപ്പി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തബാധിതരായ മനുഷ്യരെ നാം ചേർത്ത് പിടിക്കണമെന്ന് ഇന്നലെ വരെ പറഞ്ഞ ആളുകൾ, അതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകയ്ക്ക് ക്ലാസ് എടുത്തവർ, ഇന്ന് ഒരു ദുരന്തബാധിതനായ മനുഷ്യനെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അപ്പുറമാണ് എന്ന് തോന്നുമ്പോൾ ആക്രമിക്കുന്നു, ആക്ഷേപിക്കുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ലെഫ്റ്റ് വിശദീകരിക്കുക രാജേഷ്? ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ്റെ വാർത്താ സമ്മേളനത്തിൽ നൗഫലിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ നൗഫലിനോട് എടുക്കേണ്ട നിലപാട്, നൗഫലിനോട് ഒരു തരത്തിലുള്ള സൈബർ ആക്രമണമോ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിമർശനമോ നടത്തരുത് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിൽക്കുന്ന മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനെന്താ പറയാനാ? നൗഫൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞ പല കാര്യങ്ങളിലും അദ്ദേഹം തന്നെ ഇപ്പോൾ കുറ്റബോധത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ. അത് പറഞ്ഞത് ശരിയായില്ല. സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് ആയിട്ടുള്ള ഈ മുണ്ടക്കയിൽ ചൂരൽമലയിൽ വഞ്ചനാപരമായ നിലപാടെടുത്ത് ജനങ്ങളെ പറ്റിച്ച, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അവർ വന്നിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു യോഗ്യതയും കോൺഗ്രസ്സുകാർക്കില്ല. ഈ കോൺഗ്രസ്സുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട്, കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്നുകൊണ്ട് വളരെ കാര്യക്ഷമമായി ആ പറയുന്ന ദുരന്തത്തിനോടൊപ്പം
അതിനുവേണ്ടി ആ ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിലെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോടും നൗഫൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഒരാവേശത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു കിളി പോയതുപോലെ എന്നുള്ളൊരു വർത്തമാനം പറയാൻ പാടില്ലായിരുന്നു എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിനും അറിയാം. അതിൻ്റെ ഭാഗമായി ആ ഒരൊറ്റ വാക്കായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ നിന്ന് മാത്രമല്ല അല്ലാത്ത ഇടങ്ങളിൽ നിന്നും ഒന്നും അദ്ദേഹത്തിനെതിരെ അങ്ങനെ കാരണം ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്. അത് ശരിയായ ഒരു നിലപാടല്ല എന്ന് തന്നെയാണ് ടോട്ടൽ എപ്പിസോഡിനെ എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും ഒരു ചെറിയൊരു സംഗതിയെ വല്ലാതെ പ്രോജക്ടിന്റെ ആകമാനം ഗരിമയെ കെടുത്തും വിധത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് നടത്തിയിട്ടുള്ള എഫേർട്ടിനെ ആകമാനം കെടുത്തും വിധത്തിൽ അത് വലുതാക്കപ്പെടുന്നുണ്ടോ ഈ ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ? അല്ല, ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തീർച്ചയായും ഈ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ സഹായം എത്തിക്കാൻ ശ്രമിച്ചത്. രാജ്യം മുഴുക്കെ അത് കണ്ടിട്ടുള്ളതാണ്. ഈ സർക്കാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ വലിയ ഒരു എഫേർട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും എല്ലാ സർക്കാരുകളും, കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ചും വളരെ പരമാവധി ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വയനാട്ടിലുണ്ടാക്കിയ റിലീഫ് പ്രവർത്തനങ്ങൾ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെയും സർക്കാരിനെ നയിക്കുന്ന പാർട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബെനിഫിറ്റ് എടുക്കുന്ന സമയത്ത് ആ വിമർശനങ്ങൾ വളരെ കൃത്യമായിട്ട് വിമർശനങ്ങളോട് നീതിപൂർവ്വം പെരുമാറാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ബെനിഫിറ്റ് എടുക്കുന്നു, കാരണം കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളാണ്, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ എഫർട്ടിന് പിന്നിലുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ ആയിരുന്നില്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിനുവേണ്ടി എഫർട്ട് എടുത്താണ്, മുഴുവൻ ജനങ്ങളും സംഭാവന ചെയ്താണ്. ജനങ്ങളുടെ മുഴുവൻ സംഭാവനയുള്ള സംഘാര്യത്തിനകത്ത് കക്ഷി രാഷ്ട്രീയപരമായിട്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉപയോഗിച്ചാൽ തെറ്റില്ല. പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് വിമർശനങ്ങൾ വരുമ്പോൾ, പരാതികൾ വരുമ്പോൾ അതിനോട് ഒരു വലിയ റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു മാന്യതയും പക്വതയും പുലർത്താൻ ഭരണാധികാരികൾ തയ്യാറാവേണ്ടത്. അത് സംഭവിച്ചില്ല. പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മമ്മൂട്ടി, അദ്ദേഹം ഒരു സാധാരണ നിലയ്ക്ക് കേരളത്തിലെ ഒരു നടൻ മാത്രമല്ല, അതൊരു മലയാളി എന്ന നിലയിൽ അദ്ദേഹം അവിടെ പോയ സമയത്ത് അദ്ദേഹം ഒരു പബ്ലിക് റിലേഷന് വേണ്ടിയിട്ടോ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു ക്യാമ്പയിന് വേണ്ടിയോ പോയതല്ല. പക്ഷേ അതിനെ ചില പാർട്ടിയുടെ ആളുകൾ കൂടെ നിന്നിട്ട് ഏതാണ്ട് അത് അവരുടെ ഒരു പാർട്ടി പരിപാടിയാണെന്ന് നടത്താൻ ഒരു രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ അലോസരം ഉണ്ടാക്കുന്ന തരത്തിൽ, ആ തരത്തിൽ ജനങ്ങൾക്കിടയിൽ മടുപ്പുണ്ടാക്കുന്ന വിധത്തിൽ ചില ആളുകൾ പെരുമാറിയിരുന്നു. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്, അല്ല അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സംഭവിച്ചത്. മന്ത്രി രാജൻ തീർച്ചയായും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മന്ത്രി രാജൻ നല്ല മന്ത്രിയാണ്. പക്ഷേ ഒരു വിമർശനം വരുന്ന സമയത്ത് അദ്ദേഹം ആ വീടൊന്ന് കയറി നോക്കുന്നതിന്, വീട്ടിൻ്റെ മുകൾ തട്ടിൽ നോക്കി കയറുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത് ചാടി കയറിയിട്ട് ബെഞ്ചുമൊക്കെ മരത്തുമൊക്കെ കയറിയിട്ടല്ല, ഒരു മേശപ്പുറത്ത് കയറിയിട്ട് ഇത് മായ്ക്കാൻ തോന്നുക. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം കണ്ടാൽ അദ്ദേഹം എന്തോ ഒരു തരം, ഇപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച വാക്കിനെ കൂടെ ഞാൻ ഡിഫൈൻഡ് ചെയ്യില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ വളരെ അസ്വാഭാവികമായിരുന്നു. കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട്, എത്ര റവന്യൂ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഒരു പരാതി വരുന്ന സമയത്ത് ആ പരാതിയെക്കുറിച്ച് പരിശോധിക്കുക എന്നല്ലാതെ അദ്ദേഹം ചാടിക്കയറി അവിടെ കയറിയിട്ട് ഇങ്ങനെ ഇതൊക്കെ മാന്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് മാന്തുന്ന പരിപാടി സത്യത്തിൽ അദ്ദേഹം അതിന് എക്സ്പെർട്ടീസ് വല്ലതും ഉണ്ടോ? അദ്ദേഹം എഞ്ചിനീയറിംഗ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, PWD ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അവരാരോ ആണ് അത് ഈ സാധനം മാർക്ക് ചെയ്ത് വെച്ചതും. ഇവർ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന, ഇവർ തന്നെ കരാറ് കൊടുത്തിരിക്കുന്ന ഒരാളെങ്കിലും ആളുകളാണ് അവിടെ പോയിട്ട് മാർക്ക് ചെയ്തത്. പിന്നെ അത് ആ മാർക്ക് ചെയ്തത് ശരിയല്ല എന്ന് മന്ത്രി പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? മാർക്ക് ചെയ്ത ആളോടല്ലേ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് അനധികൃതമായിട്ട് തെറ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തു? അവിടെ
എന്നല്ലേ ചോദിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ ഇത് ഉരച്ച് കളഞ്ഞിട്ട് ഇത് മാർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് ഒരു പക്വതയില്ലായ്മ വളരെ വളരെ പ്രകടമായിരുന്നു. തൻ്റെ എന്താ പറയുക, തൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വിമർശനങ്ങളോടുള്ള ഒരു അസഹിഷ്ണുതയുണ്ട്. ഈ അസഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുണ്ടായ പ്രശ്നം. ഇതിന് ബെനിഫിറ്റ് എടുക്കും. ഞാൻ ചോദിക്കും, ഏറ്റവും ഗതികെട്ട ഒരു മനുഷ്യരോട്, ഏറ്റവും വിഷമം അനുഭവിക്കുന്ന മനുഷ്യരോട് നാട് ചെയ്യുന്ന നേട്ടങ്ങൾ, നാട് ചെയ്യുന്ന സഹായം, അതിനെ പൊളിറ്റിക്കലായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ, അതിനെ രാഷ്ട്രീയമായിട്ട് മൂലധനമാക്കി മാറ്റാനുള്ള ശ്രമമല്ലേ നടന്നത്. ആ നിലയിലാണ് ഇത് വളരെ വൾഗറായിട്ട് മാറിയത്. മന്ത്രിയുടെ പെരുമാറ്റം യഥാർത്ഥത്തിൽ ഒരു നിലയ്ക്കും ഒരു പൊതുസമൂഹത്തിനകത്ത് സ്വീകാര്യമല്ല. ക്വാളിറ്റേറ്റീവായി വിമർശിക്കുന്നതിൽ കോൺഗ്രസിനും പാളിച്ച പറ്റിയോ സിറ്റേക്കുട്ടി? അല്ല, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് പിന്നെ ചാണ്ടിയുമ്മൻ ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ വിളിച്ചു. ഞാൻ അതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. മന്ത്രിയോടുള്ള വിമർശനമായിട്ടാണ്, അല്ല മന്ത്രി മറ്റേ അദ്ദേഹത്തിൻ്റെ ജോലി എന്തായാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചൊന്നും അറിയില്ല. ആ നിലയിലുള്ള വിമർശനം, കൂലിപ്പണിയായാലും ശരി മറ്റെന്ത് പണിയായാലും ശരി, അതൊക്കെ മാന്യമായിട്ട് ചെയ്യാനുള്ള ജോലികളാണ്. അതിനൊക്കെ കൂലി വാങ്ങാനുള്ള അവകാശം നമുക്കുള്ളതാണ്. അങ്ങനെ കൂലി വാങ്ങുന്നത് മോശമാണെന്ന് ആർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ഏത് കാലത്താണ് ജീവിക്കുന്നത്, അവരെന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. രാജേഷ് ചെറുപ്പാട്, ഇതിനകത്ത് അടിസ്ഥാന ക്വസ്റ്റ്യൻ ആളുകൾക്ക് താമസിക്കാൻ വീട് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത മഴയ്ക്ക് മുമ്പ് വീട് കൊടുക്കുക. ഓൾറെഡി ഇപ്പം മഴ പെയ്യുന്നതാണ് ഷംസാദ് പറയുന്നത്. സോ ഈ വീട് എപ്പോൾ ആളുകൾക്ക്, ഈ മൊത്തം ആകെ 178 വീടുകളുണ്ട്, അത് എപ്പോൾ കിട്ടും, ആളുകൾ എപ്പോൾ കയറി കിടക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സർക്കാരിന് ക്ലാരിറ്റി ഉണ്ടോ? സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായിട്ടല്ലേ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ, സില്ലി കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ പിന്നെ സർക്കാരിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് CPIM-നെതിരായിട്ടുള്ള ഒരു 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 കുന്തമനയാക്കി മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അത് ഇലക്ഷൻ കാലത്ത് മുമ്പ് തുടങ്ങിയതാണ്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ അത് വലിയ രീതിയിൽ അത് വരികയും ചെയ്തു. പിന്നെ ബഹുമാന്യനായ രാഷ്ട്രീയ നിരീക്ഷകൻ NB ചേക്കുട്ടി സാറ് പറഞ്ഞൊരു കാര്യം തോടുള്ള വിയോജിപ്പുണ്ട്. കാരണം അത് മന്ത്രിയുടെ പത്രസമ്മേളനം അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ, അതായത് മന്ത്രി എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് മന്ത്രി തന്നെ ആ വിഷയത്തിലൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പം മന്ത്രി പറയുന്നത്, അത് മന്ത്രി വരും, മന്ത്രി അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം ആ ഡെസ്കിൻ്റെ മുകളിൽ കയറി എന്ന് അദ്ദേഹം അത് ചെയ്തത്, അത് ഒരു മന്ത്രിക്ക് അത് ചെയ്തുകൂടായികയില്ല. അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ പശ്ചാത്തലത്തിൽ ആ മന്ത്രി അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മന്ത്രിയായതുകൊണ്ട് ഒരു ഡെസ്കിൽ കയറി അത് ചെയ്തുകൂടാ എന്നോ, ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലേക്കുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ എന്നോ, അതിന് ബന്ധപ്പെട്ട ചില പ്രോട്ടോക്കോളുകളുണ്ടോ എന്നൊന്നുമില്ല. ഇത് ജനാധിപത്യമാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യരാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണ്, അതിൻ്റെ മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവരുടെ ആക്റ്റുകളിലുണ്ടാവും, പ്രവൃത്തികളിലുണ്ടാവും. അതുതന്നെയാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ്സുകാർ അപ്പോൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടെന്താണ്? അപ്പോൾ പശ്ചാത്തലത്തിൽ ഒരു 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 പരസ്യത്തിൻ്റെ, ഏതോ മിമിക്രിയുടെയോ മറ്റോ ഒരു പരസ്യത്തിൻ്റെ ഇതിട്ടുകൊണ്ട്, നരേഷൻ ഇട്ടുകൊണ്ട്, വളരെ നമ്മുടെ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു നിലവാരം എത്രത്തോളമാണെന്നുള്ളതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് ഈ കൂലിപ്പണി ആയിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യരോട് എടുക്കുന്ന ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ നിലപാടെന്താണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അവരുടെ വർഗ്ഗ നിലപാടെന്നാണ്. അവരുടെ വർഗ്ഗ നിലപാടെന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യർക്കെതിരാണ് അവർ, അല്ലേ? അവർ കരിയറിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ച് അധികാരത്തിലെത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം ഒരു കരിയറായിട്ടാണ് അവർ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ തന്നെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്നും വിമോചന സമരകാലം മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ജനവിരുദ്ധമായ, തൊഴിലാളി വർഗ്ഗ വിരുദ്ധമായ, ജന്മിത്വത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത് എങ്ങനെയാണെന്നുള്ള ആ ചരിത്രം ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇതിൻ്റെ പുതിയ തലമുറയിലെ ആളുകൾ അതിനെന്തോ വലിയ കോമഡി ആയിട്ടാണ് ഇവിടെ രാജൻ എന്ന് പറയുന്ന മന്ത്രി കോമഡി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അല്ല, ഇത് നമ്മളിത് കേരളം കണ്ടില്ലേ? എന്താണ് സംഷാദ്, ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ ശരിക്കും ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ? ഞാൻ ആദ്യം ഈ രാജേഷ് പറഞ്ഞതിൻ്റെ ഒരു മറുപടി,
രാജേഷ് ഇവിടെ വലിയ രീതിയിൽ മന്ത്രി കെ രാജനെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ഒരു പാട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിലെ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നത് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അത് കോൺഗ്രസിൻ്റെ നിലപാടല്ല. പക്ഷേ രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറയാതെ പോയിരുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെ ഈ ഇലക്ഷന് മുന്നേ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുമ്പോൾ രാജേഷിന് ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഈ കെ രമി ആസ്ഥാന വിധവ എന്ന് പറയുമ്പോൾ ആ മന്ത്രിസഭയിൽ ആ നിയമസഭയിൽ അംഗമായിരിക്കുന്ന ശ്രീ റവന്യൂ മന്ത്രി കെ രാജൻ പോലും അതിന് എതിർത്ത് പറഞ്ഞിട്ടില്ല. അപ്പം അന്ന് രാജേഷിന് ഈ നിലപാടുണ്ടായിരുന്നില്ല. എനിക്ക് പ്രേമചന്ദ്രനെ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റാത്തൊരു വാക്കുപയോഗിച്ച് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തപ്പോൾ താങ്കൾക്ക് ഈ നിലപാടുണ്ടായിരുന്നില്ല. ഈ 51 വെട്ടുവെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിക്കുമ്പോൾ താങ്കൾക്ക് ഈ നിലപാടുണ്ടായിരുന്നില്ല. ഒരു മാധ്യമ പ്രവർത്തകയെ പരസ്യമായി സോഷ്യൽ ഇടങ്ങളിലും സൈബർ ഇടങ്ങളിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ താങ്കൾക്ക് ഈ നിലപാടുണ്ടായിരുന്നില്ല. നൗഫലിനെയും മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 16 ആളുകളെയും നിരന്തരം അപമാനിക്കപ്പെടുമ്പോൾ താങ്കൾക്ക് ഈ നിലപാടുണ്ടായിരുന്നില്ല. ഇപ്പൊ കെ രാജനെതിരെയുള്ള വിമർശനത്തെ അല്ലെങ്കിൽ അധിക്ഷേപത്തെ ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരുന്നത്. പിന്നെ താങ്കൾ അത് തന്നെ പറഞ്ഞ് ഒരു CPM ഒരു പുണ്യവാളന്മാരുടെ ഒരു പാർട്ടിയായി മാറ്റാൻ താങ്കൾ ശ്രമിക്കരുത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ആ പാർട്ടിക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു പരാതി പറഞ്ഞാൽ അധിക്ഷേപിക്കപ്പെടുന്നതും കാറ് കത്തിക്കപ്പെടുന്നതും വെട്ടിക്കൊല്ലുന്നതും വീടിന് തീയിടുന്നതും അവരുടെ കൃഷിയിടം നശിപ്പിക്കുന്നതും അവരുടെ സകല വസ്തുക്കളെയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നത് ഏത് പാർട്ടിയാണ്? പയ്യന്നൂരിൽ ഇപ്പം നടക്കുന്നത് എന്താ എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത്. ആ ഒരു രാജേഷ് സർട്ടിഫിക്കറ്റ് കോൺഗ്രസിന് ആവശ്യമില്ല. പിന്നെ താങ്കൾ ഈ ചർച്ചയിൽ 2 തവണ പറയുകയുണ്ടായി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കോൺഗ്രസിന് അധികാരമില്ല എന്നുള്ളത്. ഈ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ടൗൺഷിപ്പിലെ ഓരോ ഇഷ്ടികയ്ക്കും ഒരു മലയാളിയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെയാണ് 778 കോടി രൂപ മലയാളിയുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പണം നിങ്ങളുടെ CMDRF-ൽ മുഖ്യമന്ത്രി കാവൽക്കാരനായി റവന്യൂ വകുപ്പ് മന്ത്രിക്കും അധികാരമുള്ളയിടത്ത് കിടക്കുന്നുണ്ട്. 606 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല. ആ 606 കോടി രൂപയ്ക്ക് ചെലവഴിക്കപ്പെടാൻ ഈ നാട്ടിൽ ചികിത്സയ്ക്ക് ധനസഹായം കിട്ടാത്ത അവകാശമുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. കോൺഗ്രസിന് വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ കണക്ക് ചോദിക്കാനും അതിന്റെ ഉറപ്പ് പരിശോധിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. കോൺഗ്രസ്സുകാർക്കും ഉണ്ട്, ഷംഷാദിനുണ്ട്, എനിക്കുണ്ട്, രാജേഷിനും ചെക്കുട്ടിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നിങ്ങളെ ഒരു എന്നെ പോലെയോ അല്ലെങ്കിൽ ചെക്കുട്ടിയെ പോലെയോ ഒരാളല്ല. നിങ്ങളൊരു പാർട്ടിയാണ്. ആ പാർട്ടി നാട് ഭരിച്ച പാർട്ടിയാണ്, ഇനി ഒരുപക്ഷെ ഭരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുമാണ്. അങ്ങനെ ഒരു പാർട്ടി ആളുകളിൽ നിന്ന് ആ വിശ്വാസ്യത ഉപയോഗിച്ച് പിരിച്ചെടുത്ത പൈസ ഞാൻ ചോദിച്ചാൽ അത്രയും കിട്ടത്തില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടി. ആ പൈസയുടെ കണക്ക് നിങ്ങൾക്ക് അറിയത്തില്ല, അത് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അത് എവിടെയാണ് നിങ്ങൾ ഉപയോഗിച്ചതെന്ന് അറിയില്ല. ഇത്രയും കൺഫ്യൂഷൻ ഇതുവരെ. അവസാനം ഫൈനലി ഒരു കണക്ക് പറഞ്ഞു, ഒരു കല്ലിട്ടിട്ടില്ല. നിങ്ങൾ അതിന് അപ്പോൾ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ജനങ്ങൾ അതും ആലോചിക്കില്ലേ? അവിടെ നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടോ? മറ്റേ നിങ്ങളുടെ റൈറ്റിനെ ഞാൻ സമ്മതിക്കുന്നു, ഇപ്പുറത്ത് ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത്തരം ഒരു വലിയ ഒരു പ്രശ്നം വന്നാൽ അവിടെ പൈസ പിരിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സ്ഥലം വാങ്ങി വീടുണ്ടാക്കി കൈമാറാനൊന്നും ശേഷിയില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടി നിലയ്ക്ക് ലീഗിനെ കൊണ്ടൊക്കെ പറ്റും, CPM-നെ കൊണ്ട് പറ്റും, DYF കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല എന്നൊരു ക്രെഡിബിലിറ്റി ഇഷ്യൂ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഈ അതെ പറയട്ടെ, മറുപടി പറയാം. ഈ സംവിധാനത്തിൽ കർണാടക സർക്കാരിൻ്റെ പണമാണ് ആദ്യം കമ്മിറ്റ് ചെയ്ത്, അത് കിട്ടിയിട്ടുണ്ടല്ലോ, അത് നിഷാദിനും അറിയാം. ഇനി കോൺഗ്രസിന്റെ 100 വീടുകളുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ കൃത്യമായ കണക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഞങ്ങൾ 3.70 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ടല്ലോ, അത് സത്യമാണല്ലോ. കാരണം ഞങ്ങൾ വാങ്ങിയ ഭൂമിയിലേക്കാണല്ലോ DYFI-കാരൻ സമരമായിട്ട് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ ഭൂമി വാങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അതിന്റെ തൊട്ടപ്പുറത്ത് 2.70 ഏക്കർ ഭൂമി അല്ലെ പറയട്ടെ, അതിന് രണ്ടാമത്തെ ഭൂമിക്ക് നമ്മൾ സ്ഥലത്തിന് നമ്മൾ അഡ്വാൻസ് ചെയ്തു എന്നുള്ളതും പറഞ്ഞല്ലോ. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ കാശിന് ഞങ്ങൾ ഭൂമി വാങ്ങി. ഇനി ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി പ്രയാസമുണ്ട്, പക്ഷെ ഞങ്ങൾ വീട് കെട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി നിഷാദിന് ആ സംശയം ഉണ്ടെങ്കിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും വിധവയായ പെൺകുട്ടികൾ മാത്രമുള്ള ഒരമ്മയ്ക്ക് വെച്ച് എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വയനാട് പാർലമെന്റിലെ മുഴുവൻ പഞ്ചായത്തിലും നിങ്ങൾ KPCC ആകെ 5.38 കോടി രൂപയാണ് പിരിച്ചെടുത്തത്.
അതിൽ ആദ്യത്തെ സ്ഥലം വാങ്ങിക്കാൻ 3.68 കോടി, പിന്നെ എന്താണ് രണ്ടാമത്തെ സ്ഥലം വാങ്ങിക്കാൻ 2.5 കോടി. അപ്പോൾ ആകെ ചിലവാക്കിയ പൈസയിൽ നിന്ന് പിന്നെ 18 ലക്ഷം ബാക്കി അവിടെ കിടക്കുകയാണ്. എന്നിട്ട് പറയാണ് KPCCയുടെ ഫണ്ടായി നിന്ന് 97 ലക്ഷം കൂടി ചിലവാക്കിയത്. ആ ചിലവാക്കി 97 ലക്ഷം എന്തിനാണെന്ന് അറിയില്ല, കാരണം 18 ലക്ഷം ഓൾറെഡി ബാക്കി കിടക്കുകയാണ്. ഒരു വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റണ്ടേ? അപ്പോഴല്ലേ നിങ്ങളെ കൊണ്ട് ഈ പരിപാടി പറ്റുമോ ഇല്ലെന്ന് ജനത്തിന് മനസ്സിലാവുക. ബാക്കി എല്ലാവരും അവരുടെ പ്രോജക്റ്റ് ഓണാക്കി ആളുകൾക്ക് വീട് കൈമാറുകയോ കൈമാറ്റത്തിൻ്റെ വക്കിലെത്തുകയോ ചെയ്തു. നിങ്ങൾക്ക് കല്ല് വെക്കാൻ പറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ ഇത്തരമൊരു വലിയ കെടുതി നാട് അഭിമുഖീകരിക്കുമ്പോൾ അതിന് വേണ്ടി ഇടപെടാൻ കഴിയുമ്പോൾ ഇത്ര ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ല നിങ്ങൾ. അങ്ങനല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ഒരു വീടൊക്കെ വെക്കാൻ പറ്റും, ഒരാൾക്ക് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ വയനാട്ടിലെ ദുരന്തം ഏറ്റെടുക്കാൻ മാത്രമുള്ള ശേഷിയില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരു പഞ്ചായത്തിൽ വെച്ച് 90 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്ത നിഷാദ് എന്താ പറയാത്തേ? ഞങ്ങൾ 100 വീടല്ല ഇപ്പൊ കമ്മിറ്റ് ചെയ്തത്. ഞങ്ങൾ ഇതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ വിധവകളായ 90 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തുന്നേ വയനാട്ടിൽ. താങ്കളുടെ അല്ലെങ്കിൽ ആരുടെ ഞങ്ങൾ പബ്ലിക്കായി പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നോ? ആരുടെ ഞങ്ങൾ പണം ശേഖരിച്ചിരുന്നോ? ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഈ വയനാട് ചെയ്തിട്ടുണ്ടല്ലോ, വയനാട് പാർലമെന്റിൽ മുഴുവൻ. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യും. പിന്നെ ഒരു കാലതാമസം ഉണ്ടായി, അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഒരു കാലതാമസം ഉണ്ടായി. ഇനി നിഷാദിനോടൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ 401, 451 ദുരന്ത ബാധിതരായ ആളുകളിലേക്കല്ലല്ലോ വീട് വരുന്നത്. ഇതിൽ സർക്കാർ മാറ്റി നിർത്തപ്പെട്ട ദുരന്ത ബാധിതനല്ല എന്ന് പറഞ്ഞ് സർക്കാർ മാറ്റി നിർത്തപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ട ആളുകൾക്കാണ് ഈ വീട് വരുന്നത്. ജനുവരി 31 ഫൈനൽ ആയിക്കൊണ്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഈ സർക്കാർ പറഞ്ഞത്. ഇപ്പൊ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചർച്ചയിലുണ്ടല്ലോ. ഇന്നേ കാലം വരെ ഈ ചർച്ച നടക്കുന്നത് വരെ യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരുടെ എണ്ണം ഫൈനലായി ചെയ്ത് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന്, പടവെട്ടിക്കുന്നും റാട്ടപ്പാടിക്കാരും ഈ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സർക്കാരിന് പോലും വ്യക്തമല്ല. ഇപ്പൊ റവന്യൂ വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്നതിനെയും അദ്ദേഹത്തിന് ഇടപെടലെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അദ്ദേഹം ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നേ. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. എന്താണ് അവിടെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തത്? ഒരു മാധ്യമ പ്രവർത്തനം അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ആ ഉന്നതിയിലെ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നിഷാദിന് ഓർമ്മയുണ്ടാവും, മല കയറി പാറയിടുക്കിൽ പോയി കുടുങ്ങി ഫോറസ്റ്റുകാർ കൊണ്ടുവന്ന കുടുംബം അടക്കമുള്ളവർ, അവർക്ക് വേണ്ടി ഭൂമി വാങ്ങിയല്ലോ. അവർക്ക് ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടില്ല ഈ സർക്കാർ. എന്തായാലും നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ശരി. അപ്പൊ ഈ വാടക കെട്ടിടങ്ങൾ തകർന്നു പോണ 39 പേർക്ക് 5 ലക്ഷം രൂപ വെച്ച് കോൺഗ്രസ് പാർട്ടി പ്രിയങ്ക ഗാന്ധി പാടില്ലെന്നുള്ളതല്ല. വയനാട്ടിലെ ബന്ധപ്പെട്ടും പുനരധിവാസവുമായി ബന്ധപ്പെട്ടും ഗവൺമെന്റിനെ വിമർശിക്കാൻ പോയിന്റുകളുണ്ട്. കോൺഗ്രസിന്റെ കാര്യം പറയുന്നത് 39 കെട്ടിട ഉടമകൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്ത പാർട്ടി കോൺഗ്രസ് ആണ് വയനാട്ടിൽ. നൗഫൽ, നിങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ ഇപ്പൊ അവസാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ് എന്താണ്? അത് 100% ലീക്ക് മാറ്റി തരുന്ന പറഞ്ഞു. എന്റെ വീട് മാത്രമൊന്നല്ല, അതിന്റെ തൊട്ടപ്പുറത്തുള്ള 2-3 കുഞ്ഞിപ്പോ എത്ര വീടുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. 410 വീടേറ്റ് അവിടെ വരുന്ന പറഞ്ഞ്. അത്രയും ആൾക്കാരത് എന്ത് കണ്ടെന്ന് പറയാം. അത് നോക്കിയുള്ള ഒരു ശ്രദ്ധക്കുറവാണ് അവിടെ. പണി സൈറ്റിലെ ഒരു ശ്രദ്ധക്കുറവുണ്ട്. അത് 100% ഉറപ്പാണ്. ഇപ്പൊ തന്നെ നിലവിൽ കണ്ടത് 3 ലീക്കാ കണ്ടത് അവിടെ നിലവില്. അതേ കുറച്ച് ഭാഗമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അന്ന്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ 178 ആൾക്കാര് ഒരു വീട്ടില് ഒരാളുള്ള ആൾക്കാരുണ്ട്. കാരണം ആ വീട്ടില് 4 ആള് മരിച്ചവരുണ്ട്. ഒരു കുടുംബത്തില് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു ഏരിയയാണ് ആ ഭാഗം, 178 ഭാഗം. കൂടുതൽ മൊത്തം വാഷ് ഔട്ട് ആയ ആൾക്കാരാണ് ഈ 178. അതിൽ തന്നെ ഈ 3 വീടുകൾ ഇപ്പൊ തന്നെ ചോർച്ച ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടതല്ലേ. ഇനി എത്ര വീടുണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് കറക്റ്റ് ആയിട്ട് നല്ലതിൽ ചെയ്തു കൊടുക്കുക. അത് സർക്കാരിന്റെ ഒരു കടമയാണ്. ഞങ്ങൾ സർക്കാരിലാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ചോർച്ചയും ഇല്ലാതെ ഈ പാവങ്ങൾക്കൊന്ന് ചെയ്തു തരണം എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 55 വീട് പണിയുമ്പോൾ അതിൽ 2 വീടുകൾ ചിലപ്പോൾ ചോർച്ച ഉണ്ടാവുക. നമ്മളെല്ലാ വീടിനും ഈ വെള്ളം കെട്ടി നിർത്തി ടെസ്റ്റ് നടത്തുമല്ലോ. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്ന തന്നെ ചോർച്ച ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ. അപ്പോൾ അതിൽ ചില വീടുകളിൽ ചില വെള്ളം കിനിയെന്ന് കണ്ടെത്തിയെങ്കിൽ അതിന് പരിഹാരം പൂർത്തിയാക്കി അത് കൈമാറുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇത്ര വലുതാക്കണമെന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, അത് അങ്ങനെയല്ല ഇതിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ ഈ ഒരാളെങ്കിൽ എന്ന് പറയുന്ന കമ്പനി വളരെ ചെറിയ കമ്പനിയല്ല.
അവർ വലിയ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഇടപാടുകൾ നടത്തുന്ന വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആ പണി ഏൽപ്പിക്കുന്ന സമയത്ത് അത് വളരെ വൃത്തിയായിട്ടും വെടിപ്പായും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ ഏൽപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സർക്കാരിന് അവരുടേതായിട്ടൊരു വലിയ സംവിധാനമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഒരു ഭവന നിർമ്മാണ വകുപ്പുണ്ട്, അതിനുള്ള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മറ്റു പരിശോധനകൾ നടത്താനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഈ കെട്ടിടം കൊടുത്തതിന് ശേഷം, താമസയോഗ്യം എന്ന് പറഞ്ഞ് കെട്ടിടം കൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സ്വാഭാവികമായിട്ടും അതിനകത്തൊരു നോട്ടക്കുറവുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നോട്ടക്കുറവ് ഉണ്ടായതിലും തെറ്റൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിനിടയിൽ ഇത് പറ്റിയെങ്കിൽ അത് പറ്റിയിട്ടുണ്ട്, ആ ഉടനടി തിരുത്തും എന്ന് പറയുന്നതിന് പകരം അതിനെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ, അത്തരം വിമർശനം ബ്ലോക്ക് ചെയ്യാൻ, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന മറ്റുള്ള ഒരു അടച്ചുള്ള ഈ ഒരു ബ്ലോക്കിംഗ് പരിപാടി മന്ത്രി നടത്തേണ്ടിയിരുന്നില്ല. മന്ത്രിയുടെ ജോലി അതല്ല. പക്ഷേ ഊരാളുങ്കലിന്റെ കാര്യത്തിൽ മന്ത്രി കടുപ്പിച്ച് പറയുന്നു, ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഊരാളുങ്കലിനായിരിക്കും, എന്ത് സംഭവിച്ചാലും അവർ ഉത്തരം പറയേണ്ടി വരുന്ന അദ്ദേഹം അതിനൊരു അഷ്വറൻസ് കൊടുക്കുന്നുണ്ട്. അതെ, കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനെ ഊരാളുങ്കൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത സ്ഥലം അദ്ദേഹം പോയിട്ട് പിന്നെ അത് മാറ്റി കളയേണ്ട കാര്യം എന്താ ഉള്ളത്? ഊരാളുങ്കൽ ചെയ്തില്ല, ഊരാളുങ്കൽക്ക് ബോധ്യമുള്ളതാണല്ലോ അവർ പിന്നെ അത് ബ്ലോക്ക് അവിടെ വരച്ചിട്ടത്. അവിടെ ഒരു പ്രശ്നം വരയ്ക്കേണ്ട കാര്യമില്ല എന്ന് ഇയാൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ പാത്തറ്റിക് ആയിരുന്നു. സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം വേണ്ടാത്തൊരു പരിപാടിയാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജോലി അതായിരുന്നില്ല. ശരി, എന്തായാലും ഈ പ്രശ്നത്തിൽ ഉന്നയിക്കാൻ കുറേ ചോദ്യങ്ങൾ ബാക്കി അവിടെ നിൽക്കുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് വേഗത്തിൽ ഈ വീടുകൾ പൂർത്തിയാക്കി നൽകാൻ കഴിയുക എന്നാണ് പ്രധാനം. ഉദ്ഘാടനം നടത്തി വീടുകൾ കൈമാറി എന്നാണ് നാം കേട്ടത്. പക്ഷേ ഒരു വീടും കൈമാറിയിട്ടില്ല. കൈമാറാൻ കഴിയുന്ന നിലയിൽ എല്ലാ വീടും എത്തിയിട്ടുമില്ല. അത് ഗവൺമെൻറ് വിശദീകരിക്കുക തന്നെ വേണമെന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു CNP ചെക്കുട്ടി, രാജേഷ്, ഷംഷാദ്, നൗഫലി ചർച്ചയിൽ പങ്കെടുത്തതിന്.